തെളിവുകൾ ഓരോന്നായി. കാസർഗോഡ് പിടിയിലായ നിരോധിത നോട്ട് വെളുപ്പിക്കൽ സംഘത്തിലെ മലയാളിയുടെ വീട്ടിൽ നിന്നും വ്യാജ നോട്ടുകളും നോട്ടെണ്ണൽ മെഷീനുകളും പിടികൂടി. ബണ്ടിച്ചാൽ സ്വദേശി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 2000 രൂപയുടെ വ്യാജ നോട്ടുകളും മറ്റുപകരണങ്ങളും കണ്ടെടുത്തത്. കാസർഗോഡ് നഗരത്തിൽ പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ അന്വേഷണത്തിലാണ് നിരോധിത നോട്ട് വെളുപ്പിക്കൽ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. പോലീസിനെയും മറ്റ് ഏജൻസികളെയും വെട്ടിച്ച് നിരോധിത നോട്ടുകൾ കാസർഗോഡ് നിന്നും ആന്ധ്രാപ്രദേശിലെത്തിക്കുക, ആ നോട്ടുകൾ അവിടെ വെളുപ്പിക്കാൻ അവിടെ പ്രത്യേക സംഘം. അതെങ്ങനെ സാധിക്കുന്നുവെന്നതിൽ പോലീസിന് ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. എന്നാൽ ഈ രണ്ടു സംഘങ്ങളും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നഗരത്തിൽ വെച്ച് മേൽപ്പറമ്പ് സ്വദേശിയായ ഹനീഫയെ ആന്ധ്രാപ്രദേശിലെ സംഘം തട്ടിക്കൊണ്ടുപോയത്. അതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന്റെ ചുരുളഴിഞ്ഞത്. നാല് ആന്ധ്ര സ്വദേശികളെയും 4 കാസർഗോഡ് സ്വദേശികളെയുമാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് നിരോധിത നോട്ട് ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: മുമ്പ് തന്നെ ശേഖരിച്ചു വച്ചിട്ടുള്ള നിരോധിത നോട്ടുകൾ ആന്ധ്രാപ്രദേശിലെത്തി വെളുപ്പിക്കുക മാത്രമല്ല, ആന്ധ്ര സംഘത്തെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കാസർഗോട്ടെ സംഘം ഇവിടെ നിരോധിത നോട്ടുകൾ എന്ന പേരിൽ വ്യാജ നോട്ടുകൾ നിർമ്മിക്കുക കൂടി ചെയ്യുന്നുണ്ട്. വ്യാജ 2000 രൂപയുടെ നോട്ടുകൾ ഈ കേസിലെ പ്രതിയായ വിജയന്റെ വീട്ടിൽ നിന്നും പിടികൂടിയത് ഇതിന്റെ തെളിവാണെന്നാണ് പോലീസ് പറയുന്നത്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വലിയ റാക്കറ്റാണെന്നും അന്വേഷണ സംഘം പറയുന്നു. ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നതായാണ് കാസർഗോഡ് പോലീസ് വ്യക്തമാക്കുന്നത്.